ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് ഒരു പുതിയ തുടക്കം സാധിക്കും എന്ന് എപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? തെറ്റുകളും പരാജയങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കഴിഞ്ഞ കാലം കാരണം ഇനി എനിക്ക് ഒരു പ്രതീക്ഷയ്ക്ക് പോയില്ല എന്ന് കരുതുന്ന ആളുകളാണോ നമ്മൾ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന് ലോകം നമ്മെ വിധിച്ചാലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ബൈബിളിൽ ഏറ്റവും ശക്തമായ പ്രത്യാശ നൽകുന്ന ഒരു വാഗ്ദാന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 23:43. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണിത്. കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങളിൽ രണ്ട് കുറ്റവാളികളുടെ നടുവിൽ തൂങ്ങി നിൽക്കുന്ന ആ കാഴ്ച നമുക്കെല്ലാവർക്കും ഒത്തിരി വേദന നൽകുന്ന ഒരു കാഴ്ചയാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോൾ അത് വലിയൊരു വേദനയാണ്. അതിലൊരു കുറ്റവാളി തൻ്റെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും യേശുവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. അവൻ ജീവകാലം മുഴുവനും തെറ്റുകൾ ചെയ്ത് ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആഘോഷിച്ച് ദോഷപ്രവൃത്തികളുടെ ജീവിതം അവസാനിച്ച വ്യക്തിയായിരുന്നു. ഒരു പാരമ്പര്യവുമില്ല, ഒരു നല്ല കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. എന്നാൽ അവസാന നിമിഷത്തിൽ അവൻ കാണിച്ച വലിയ വിശ്വാസത്തെ യേശു തള്ളിക്കളഞ്ഞില്ല. അവന് നൽകിയത് നാളെയോ ഭാവിയിലോ ഉള്ള രക്ഷയല്ല, മറിച്ച് ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. നമ്മുടെ കഴിഞ്ഞ കാലം എത്ര മോശമായിരുന്നാലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുന്നിൽ നമ്മുടെ ഭാവിയെ മാറ്റാൻ കർത്താവിന് സാധിക്കും. നമ്മുടെ ഭൂതകാലമല്ല നമ്മുടെ പ്രശ്നം, അതൊരു അവസാനമല്ല. ആ കുറ്റവാളിയുടെ ഭൂതകാലം നല്ലതല്ലായിരുന്നു. അവൻ ഒത്തിരി പാപങ്ങൾ ചെയ്തു, അവൻ പലരെയും കൊന്നിട്ടുണ്ട്, പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവസാനം അവൻ ശിക്ഷിക്കപ്പെട്ടു. അവൻ്റെ ജീവിതം അവസാനിക്കാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ. മനുഷ്യരുടെ കാഴ്ചയിൽ അവന് ഇനി യാതൊരു ഭാവിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവന് അപ്പോഴും പ്രത്യാശ ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷത്തെ ആത്മാർത്ഥമായ മാനസാന്തരവും അവൻ്റെ ആ വിശ്വാസവും, ഉറച്ച വിശ്വാസവും മനുഷ്യൻ്റെ നിത്യതയെ തന്നെ മാറ്റിമറിച്ചു. നമ്മൾ എത്രത്തോളം വീണുപോയി എന്നതല്ല, നമ്മൾ എങ്ങനെ എപ്പോൾ തിരിച്ചു വരുന്നു എന്നതാണ് പ്രധാനം. ലോകം നമ്മെ കാലഹരണപ്പെട്ടവനെന്നോ രക്ഷയില്ലാത്തവനെന്നോ വൃത്തിയില്ലാത്തവനെന്നോ മുദ്ര കുത്തിയേക്കാം. എന്നാൽ ദൈവം നമ്മെ കാണുന്നത് അനുതാപത്തോടെ തിരികെ വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനായിട്ടാണ്. പുതിയൊരു തുടക്കത്തിനായി നാളെ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മാറുവാൻ നമ്മൾ ഇന്ന് തീരുമാനിക്കുന്ന ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുകയായി. യേശുവിൻ്റെ കൃപ അർഹതയേക്കാൾ വലുതാണ്. ഒരു കുറ്റവാളിക്ക് തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വലിയ നല്ല പ്രവർത്തികളുടെ പട്ടികയൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. അവന് സമയം കുറവായിരുന്നു. അവൻ്റെ ജീവിതം തിരുത്താൻ വർഷങ്ങൾ അവന് ലഭിച്ചില്ല. എന്നാൽ അവൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അവനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന്. രക്ഷ ലഭിക്കുന്നത് മനുഷ്യന്റെ കഴിവുകൊണ്ടല്ല, കർത്താവിൻ്റെ കൃപയിൽ നിന്നാണ്. കർത്താവ് പറഞ്ഞു ഇന്ന് എന്ന വാക്ക്, അതിൻ്റെ ശക്തി ഒന്ന് മനസ്സിലാക്കാം. നാളെയല്ല, ഒരിക്കലല്ല, ഇന്ന് ദൈവത്തിലേക്ക് തിരിയാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. ക്ഷമ നിനക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കുക. ആരോടെങ്കിലും ക്ഷമിക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ ക്ഷമിക്കുക. നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരി സഹോദരങ്ങളോട്, പങ്കാളിയോട്, കുഞ്ഞുങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. നാളത്തേക്ക് വെച്ചേക്കരുത്. ദൈവവുമായി ബന്ധം പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കുക. നന്മ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കുക. നമ്മുടെ സമയം ഇപ്പോഴാണ്. ഇതാണ് നമ്മുടെ പരാജയമല്ല നമ്മുടെ അവസാനം, നമ്മുടെ തെറ്റല്ല നമ്മുടെ അവസാനം, നമ്മുടെ ഭൂതകാലമല്ല നമ്മുടെ അവസാനം. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ അവസാനം. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ അവനൊരു പുതിയ അധ്യായം ആരംഭിക്കാൻ അവന് സാധിക്കും. നമ്മൾ ഒരുക്കമാണോ എന്നുള്ളതാണ്
നമ്മൾ ചിന്തിക്കേണ്ടത്. ക്രൂശിൽ കിടന്ന ആ കുറ്റവാളിക്ക് പോലും കർത്താവ് പ്രത്യാശ നൽകി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാ നിരാശപ്പെടേണ്ടത്? നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക. നമ്മൾ വഴി തെറ്റിട്ടുണ്ടെങ്കിൽ തിരികെ ഇപ്പോൾ തന്നെ വരിക. നമ്മൾ നിരാശയിലാണെങ്കിൽ യേശുവിൻ്റെ ആ പ്രത്യാശയിൽ 100% ഉറച്ചു വിശ്വസിക്കുക. നിരാശയ്ക്ക് പകരം പ്രത്യാശയും, ഭയത്തിന് പകരം വിശ്വാസവും, കുറ്റബോധത്തിന് പകരം ദൈവകൃപയുടെ ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് തന്നെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവ് നമ്മെ ഏവരെയും അതിശക്തമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.